ബിഗ് ബോസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അരുണ. ഷാനവാസിനെതിരെ ആദില തിരിഞ്ഞതും നൂറയ്ക്ക് ഒരു പരിധിവരെ ആദിലയ്ക്കൊപ്പം നിൽക്കേണ്ടി വന്നതിന്റെയും കാരണം റിയാസ് തന്നെയാണ് എന്ന് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. റിയാസ് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അതാണ് ശരി എന്ന് കരുതി നെവിന്റെ കൂടെ അങ്ങ് ആദില കൂടി. ഷാനവാസ് പറഞ്ഞത് സത്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നെവിൻ എല്ലാവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുകയും ഓവറായിട്ട് തോളി കൈയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നെവിൻ്റേത്. ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം ഷാനവാസിന് ഇഷ്ടമാകാഞ്ഞതാവാം. ചിലപ്പോൾ അതാണ് ആ പുള്ളിക്ക് ഒരു അൺകംഫർട്ട് ഫീൽ ചെയ്തത് എന്നാവാം എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദില കുത്തിത്തിരിപ്പാണെങ്കിലും അവർ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഷാനവാസിന് വിഷമമായി. കാരണം ഷാനവാസ് രണ്ടുപേരെയും ചങ്കിനകത്ത് പെങ്ങന്മാരെ പോലെയായിരുന്നു കൊണ്ടു നടന്നിരുന്നത്. അവർ പാത്രം കഴുകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. നൂറയും ഷാനവാസും ചേർന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആഹാരം കഴിച്ചോ എന്നൊന്ന് ചോദിക്കും. ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ജെനുവിനായിട്ട് അല്ലെങ്കിൽ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഷാനവാസിന് അവരെ ഇഷ്ടമായിരുന്നു എന്ന്, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ഒരു കെയർ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ ഒരു സീനിൽ തന്നെ മനസ്സിലാകും. കാര്യം എന്തൊക്കെയാണെങ്കിലും ആദില, നൂറ, ഷാനവാസ് ഇവർ മൂന്ന് പേരും തമ്മിൽ ഒരു ബോണ്ട് എന്തായാലും അവിടെ ഉണ്ട് എന്നതാണ് ഇന്നലെ എപ്പിസോഡിന്റെ അവസാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആദിലയ്ക്ക് ഒരു നിലപാടില്ലാതെ അവിടെ ഇവിടെ നിന്നതാണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണമെന്നാണ് എനിക്ക് തോന്നിയത്. നൂറയ്ക്ക് പക്ഷേ കാര്യങ്ങൾ മനസ്സിലായി. ആദിലയുടെ നിലപാടില്ലായ്മയാണ് ഈ പ്രശ്നത്തിലൊക്കെ കാരണങ്ങളെന്ന്. എന്നാൽ നൂറയ്ക്ക് ആദിലെ കുറ്റപ്പെടുത്താനും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നമുക്ക് അറിയാം ഈ പ്രശ്നത്തെ ലാലേട്ടൻ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്നും നെവിനൊപ്പം നിൽക്കുമോ ഷാനവാസിനൊപ്പം നിൽക്കുമോ ആദിലയ്ക്കൊപ്പം നിൽക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ ഈ എപ്പിസോഡിന് ശേഷം നമുക്കറിയാൻ പറ്റൂ ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോ ഇനി കാണുമോ, അതല്ല അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ അവസാനിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.